1988 ഡിസംബർ 7-ാം തീയതിയാണ് അപകടം നടക്കുന്നത്. അതായത് 36 വർഷങ്ങൾക്ക് മുമ്പ്. ഞാനന്ന് കോളേജിൽ പാവനാത്മ കോളേജിൽ പ്രീ ഡിഗ്രിക്ക് 1-ാം വർഷം പഠിക്കുകയായിരുന്നു. കോളേജ് വിട്ട് വീട്ടിലേക്ക് വരുന്ന വഴിക്കാണ് അപകടം ഉണ്ടാകുന്നത്. ആ അപകടത്തിൽ അന്ന് 8 കുട്ടികൾ അന്ന് തന്നെ മരിക്കുകയും ഒരു കുട്ടി ഒരു 3 വർഷത്തിനുള്ളിൽ മരിക്കുകയും ചെയ്തു. 6-7 പെൺപിള്ളേരും 2 ആൺപിള്ളേരും. എനിക്കുൾപ്പെടെ ഒരുപാട് പേർക്ക് അന്ന് മാരകമായിട്ടുള്ള പരിക്ക് പറ്റി. എന്നെപ്പോലെ തന്നെ നട്ടെല്ലിന് പരിക്ക് പറ്റിയ ഒരു പയ്യൻ ഇവിടെ അടുത്ത് തന്നെ കിടപ്പ് രോഗിയായിട്ടുണ്ട്. അപ്പോൾ എനിക്കിങ്ങനെ ബോധമൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. അതുകൊണ്ട് എന്താ സംഭവിച്ചതെന്ന് അങ്ങനെ ഈ പരിക്കിൻ്റെ ഇത് മനസ്സിലായില്ല. പക്ഷേ പുറമേക്ക് പരിക്കൊന്നുമില്ല, ഒരു പരിക്കും പറ്റിയില്ല എന്നുള്ളൊരു ഇത് തന്നെ. ആകെ ഉണ്ടായിരുന്ന ഇവിടെ ഒരു ചെറിയൊരു മുറിവ് മാത്രം. അപ്പോൾ അതിൻ്റെ വേദനയൊന്നും ഒട്ടും അറിഞ്ഞതുമില്ല. എന്നിട്ട് കോട്ടയത്ത് ചെന്ന് ഒരു എക്സ്റേ കണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർമാർക്ക് മനസ്സിലായി നട്ടെല്ലിന് പരിക്ക് പറ്റിയിട്ടുണ്ടാകും. പക്ഷേ എനിക്കപ്പോഴും അറിയാൻ പറ്റുന്നില്ല. കഴിഞ്ഞിട്ട് ഞങ്ങളെ തന്നെ ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റിയെന്ന് ഡോക്ടർമാരെന്തോ ഒന്നുകൂടെ ചിന്തിച്ചിട്ട് അവിടെ നിന്ന് പുറത്തിറക്കി. പിന്നെ വാർഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ അന്നത്തെ ഡിസംബറിൻ്റെ തണുപ്പിൽ തറയിൽ കിടത്തി. ഏകദേശം ഒരു 30 ദിവസം ആയ സമയത്ത് ഡോക്ടർ സാധാരണയുള്ള ആ റൗണ്ട്സിനിടയ്ക്ക് എൻ്റെ അടുത്ത് വന്നിട്ട് പറഞ്ഞു, എക്സ്റേ എൻ്റെ ആ ചാർട്ടൊക്കെ പരിശോധിച്ചിട്ട് പറഞ്ഞു, നട്ടെല്ലിനാണ് പരിക്ക് പറ്റിയേക്കുന്നത്, ഇനി ഒരിക്കലും എഴുന്നേറ്റ് നടക്കുകയൊന്നുമില്ല. 90 ദിവസത്തെ ആയുസാണ് ഡോക്ടർ അവിടെ നിന്ന് എനിക്ക് പറഞ്ഞത്. മരണം എന്നുള്ള വാക്ക് അതുവരെ നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ. മരിച്ചവരെയും കണ്ടിട്ടില്ല, പരിക്ക് പറ്റിയവരെയും കണ്ടിട്ടില്ല. ആ ഒരു 15 വയസ്സിൻ്റെ ഒരു അറിവ് കുറവുണ്ടായിരുന്നു. എന്നിട്ട് പിന്നെ അപ്പോൾ ഡോക്ടർ ഇത് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും ഞാനിങ്ങനെ ആ വാർഡ് മൊത്തം നടുങ്ങുന്ന രീതിയിൽ ഭയങ്കരമായിട്ട് അലറിക്കരഞ്ഞു. മരണം എന്നുള്ള വാക്ക് കേട്ടിട്ടാണ്. മൊത്തത്തിൽ കണ്ണിലേക്കൊക്കെ ഒരു ഇരുട്ട് കയറുന്ന പോലത്തെ ഒരു അവസ്ഥ വന്നു. ഒരു സെക്കൻഡ് നേരത്തേക്ക് എന്താ സംഭവിച്ചതെന്ന് മനസ്സിലായില്ല. മൊത്തം ഒരു ബ്ലാങ്ക് ആയിപ്പോയി. അത് കഴിഞ്ഞിട്ട് പിന്നെ എന്താ ചെയ്യേണ്ടതെന്നുള്ള അടുത്തൊരാലോചന വന്നു. 36 വർഷങ്ങൾക്ക് മുമ്പാകുമ്പോൾ നമ്മുടെ ഒരു മരുന്നുകൾ അങ്ങനെയൊന്നും ഒട്ടും ഡെവലപ്ഡ് അല്ലല്ലോ. ഇത് പിന്നെ ഞങ്ങളുടെ കോളേജിൻ്റെ പ്രിൻസിപ്പാൾ അന്ന് ഒരു ജോസഫ് പഞ്ഞിക്കാര സാറായിരുന്നു. സാറ് മുൻകൈ എടുത്തിട്ട് ആരോ പറഞ്ഞറിഞ്ഞ ഒരു ഹോസ്പിറ്റലാണ് ചങ്ങനാശ്ശേരി ചെത്തിപ്പുഴ ഹോസ്പിറ്റലിലേക്ക് എന്നെയും എൻ്റെ ഒപ്പം പരിക്ക് പറ്റിയ പയ്യനെ ഞങ്ങളെ അങ്ങോട്ട് കൊണ്ടുപോയി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അത് ഏകദേശം 37-ാമത്തെ ദിവസമാണ് പുതിയൊരു ഹോസ്പിറ്റലിലേക്ക് ഞങ്ങളെ കൊണ്ടുവന്നു. അവിടെ ചെന്ന് ഡോക്ടറെ ഈ എക്സ്റേ ഒക്കെ കാണിച്ചു. അന്ന് സ്കാനിങ് അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലല്ലോ. അപ്പോൾ എക്സ്റേ ഒക്കെ കാണിച്ചു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു, നഷ്ടപ്പെട്ടു പോയ ദിവസങ്ങൾ നമുക്ക് പ്രധാനപ്പെട്ടതായിരുന്നു, പക്ഷേ ഈ കുട്ടികളായതുകൊണ്ട് ഞാനൊരു ശ്രമം നടത്താം, ഓപ്പറേഷൻ ചെയ്യാം, എന്നിട്ട് എഴുന്നേൽപ്പിച്ചിരുത്താവുന്ന ഒരവസ്ഥ പറ്റുമോ നോക്കട്ടെ എന്ന് പറഞ്ഞു. അതിപ്പോൾ ഡോക്ടർ ഏതാണേലും ഒരു ജനുവരി പകുതിയോടുകൂടി ഓപ്പറേഷൻ ചെയ്തു. ജനുവരി പകുതിയോടുകൂടി ഓപ്പറേഷൻ ചെയ്തിട്ട് പിന്നീട് ഫിസിയോതെറാപ്പി, അവിടെ തുടർ ചികിത്സകളൊക്കെ ആയിട്ട് എഴുന്നേറ്റിരിക്കാവുന്ന, ആദ്യം ഇങ്ങനെ ബെൽറ്റ് ഇട്ടിട്ട് പിന്നെ ബെഡിലിങ്ങനെ ബാക്ക് റെസ്റ്റോടുകൂടി, അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു മെയ് മാസം വരെ അവിടെ ഹോസ്പിറ്റലിൽ ചികിത്സയിലായിരുന്നു. മെയ് മാസത്തിൽ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്തു. വീട്ടിലേക്ക് വന്നതിന് ശേഷമാണ് ശരിക്കുള്ള പരീക്ഷണങ്ങൾ ജീവിതത്തിൽ ആരംഭിച്ചത്. എന്ന് വെച്ചാൽ പുതിയ ശരീരം പുതിയൊരവസ്ഥയായിട്ട് പൊരുത്തപ്പെടുന്ന ആ ഒരു കാലം എന്ന് പറയുന്നത് ഭയങ്കര ദുരിതപൂർണ്ണമായിരുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല, ഈ അവസ്ഥയുടെ ഒരു ഗൗരവം അറിയത്തില്ല. മൊത്തത്തിൽ ഞങ്ങൾ വീടെല്ലാം മൊത്തത്തിൽ എന്തൊരു അപകടത്തോടു കൂടി ഞങ്ങളുടെ വീടിൻ്റെ ഒരവസ്ഥ താളം തെറ്റി. അതുവരെ ഒരുവിധം സമാധാനമായിട്ടും സന്തോഷമായിട്ടും വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. പക്ഷെ ആദ്യ സമയത്ത് ഞാനിങ്ങനെ എൻ്റെ ഒരു സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ട്, ഞാനിങ്ങനെ ഒരു കൗമാരത്തിൻ്റെ ആ ഒരു ഇതിൽ നടന്നിട്ട് പെട്ടെന്ന് സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടപ്പോൾ ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയും വാശിക്കാരിയും, കൈ കെട്ടുന്ന എന്തിങ്ങനെ എടുത്തെറിയും, അല്ലെങ്കിൽ ഞാൻ എന്നെ തന്നെ ഉപദ്രവിക്കും. എനിക്ക് ചലിപ്പിക്കാൻ പറ്റൂല, കാലനക്കാൻ പറ്റൂല, വേദന അറിയത്തില്ല, ഒന്നും ചെയ്യാൻ പറ്റൂല. ഇങ്ങനെ പിടിച്ചു കെട്ടി ചങ്ങലക്കിട്ട പോലത്തെ ഒരവസ്ഥ വന്നപ്പോൾ
ഞാൻ ഭയങ്കര ദേഷ്യക്കാരിയായിട്ട് മാറി. അപ്പം ഞാൻ എന്നെ തന്നെ ഇങ്ങനെ ഉപദ്രവിക്കുന്ന ഒരവസ്ഥയിലോട്ട് മാറി. എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു നിരാശയിൽ നിന്നൊരു പ്രത്യാശയിലോട്ട് വന്ന ഒരു കാര്യം എന്ന് പറയുന്നത് 1991 എനിക്ക് ഡിവൈനിലൊരു ധ്യാനം കൂടാൻ ദൈവം ഒരവസരം തന്നു. അപ്പോൾ അന്ന് ഡിവൈൻ്റെ തുടക്കകാലവും മരിച്ചവരെ ഉയർപ്പിക്കുന്നു എന്നുള്ളൊരു ഭയങ്കര സംഭവം നടക്കുന്നത് എനിക്ക് കേൾവി ഉണ്ടായിരുന്നൊരു കാലമായിരുന്നു. എന്തായാലും ഞങ്ങൾ ധ്യാനത്തിന് പോയി. അപ്പോൾ ധ്യാനത്തിന് പോകുമ്പോൾ എൻ്റെ ഒരു പ്രതീക്ഷ എന്ന് പറയുന്നത് സുഖമായിട്ട് നടന്നു വരാം, ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലാണ് പോകുന്നത്. അവിടെ ചെന്നു, ധ്യാനം കൂടി. ധ്യാനത്തിലായിരിക്കുമ്പോഴും ആദ്യത്തെ ദിവസം ഒന്നും സംഭവിച്ചില്ല, രണ്ടാമത്തെ ദിവസവും സംഭവിക്കുന്നില്ല, മൂന്നാമത്തെ ദിവസം സംഭവിക്കുന്നില്ല. അപ്പോൾ അവിടെ ഓഡിറ്റോറിയത്തിൽ, ഞാനൊരു റൂമിലായിരുന്നു, ഓഡിറ്റോറിയത്തിലൊക്കെ ഭയങ്കര അത്ഭുതങ്ങൾ നടക്കുന്ന ഇങ്ങനെ അനൗൺസ് ചെയ്യുന്നത് കേൾക്കാം. അപ്പോൾ ഞാൻ വിചാരിക്കും എനിക്ക് ഇന്നല്ലെങ്കിൽ നാളെ എൻ്റെ കാര്യത്തിലും ദൈവം ഭയങ്കരമായിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നു. പക്ഷേ ഒരു ബുധനാഴ്ച വരെ ഒന്നും നടന്നില്ല. വ്യാഴാഴ്ച ആയപ്പം കൗൺസിലിങ്, കുമ്പസാരം, അങ്ങനെയുള്ള ദിവസങ്ങളായിരുന്നു, ഉപവാസവും പ്രാർത്ഥനയെല്ലാം. അപ്പോൾ എന്നെ കുമ്പസാരിപ്പിക്കാൻ വന്ന അച്ഛനും അന്ന് തന്നെ എനിക്ക് കൗൺസിലിങ്ങിന് വന്ന ഒരു ചേച്ചിയും പറഞ്ഞത് ഒരേ കാര്യമാണ്. മോളുടെ ഈ ദുരന്തമൊന്നും ഒരു നാശത്തിനൊന്നുമല്ല, അത് മോളുടെ ക്ഷേമത്തിന് തന്നെയാണ്. നാളെ ഈ ദൈവം ഉപരി നന്മയ്ക്കായിട്ട് മാറ്റും, അതുകൊണ്ട് നിരാശപ്പെടരുത്. മോളല്ലേ, അപ്പോൾ നാളെ എനിക്ക് ദൈവത്തിന് അസാധ്യമായിട്ടൊന്നുമില്ല, ദൈവം അത് ഇടപെട്ട് അത്ഭുതം പ്രവർത്തിക്കും. ഇനിയിപ്പോൾ അങ്ങനെ അല്ല ദൈവത്തിൻ്റെ ഹിതമെങ്കിൽ ദൈവത്തിന് ഒരു പദ്ധതി ഉണ്ട്, അതനുസരിച്ച് ദൈവം നടത്തിക്കോളും എന്ന് പറഞ്ഞു. എന്നിട്ട് ഇങ്ങനെ ഒരു വചനം എനിക്ക് തന്നു, ഫിലിപ്പിയർ 4:13, എന്നെ ശക്തനാക്കുന്നതിലൂടെ എല്ലാം ചെയ്യാനായിട്ട് എനിക്ക് സാധിക്കും എന്നുള്ള ആ വചനവും തന്നു. അന്ന് ആ ധ്യാനത്തിൽ കിട്ടിയ ഒരു വചനമാണത്. അതുകൂടാതെ യോഹന്നാൻ്റെ സുവിശേഷം 12:24 വായിക്കത്തും കിടന്നു, ഗോതമ്പ് മണി നിലത്ത് വീണ് അഴിയുന്നില്ലെങ്കിൽ അത് ഫലം പുറപ്പെടുവിക്കില്ല. പക്ഷെ അങ്ങനെയൊന്നും വചനം കേട്ടിട്ട് എനിക്കൊന്നും മനസ്സിലായില്ല. കാരണം വചനമൊക്കെ നമ്മൾ ആദ്യമായിട്ട് കേൾക്കുന്നതാണ്. സാധാരണ ഒരു കത്തോലിക്ക കുടുംബത്തിൽ ജനിച്ചു വളർന്നു എന്നുള്ള നിലയ്ക്ക് പള്ളിയിൽ പോകും, വേദപാഠത്തിന് പങ്കെടുക്കും, വീട്ടിലെ പ്രാർത്ഥന ചൊല്ലും, അതല്ലാണ്ട് ബൈബിളുമായിട്ടും അങ്ങനെ വേറെ ബന്ധങ്ങളൊന്നുമില്ല. 91 ജൂലൈയിലാണ് ഞാൻ ആ ധ്യാനത്തിൽ സംഭവിച്ചതിൻ്റെ ഇതിൽ എനിക്ക് ശരീരത്തിന് സൗഖ്യം കിട്ടിയില്ലെങ്കിലും എൻ്റെ മനസ്സിലെ ഈശോ ഒരു വെളിച്ചം ഇങ്ങനെ കൊളുത്തി വെച്ചു, ഒരു വെട്ടം. അതിങ്ങനെ പിന്നീട് മുന്നോട്ടുള്ള ജീവിതത്തിൽ ചെറിയ ചെറിയ ഉലച്ചിലുകൾ വന്നെങ്കിലും ആ പ്രകാശം ഇങ്ങനെ കെടാതെ ദൈവം തന്നെ എൻ്റെ മനസ്സിൽ അതിങ്ങനെ ഇപ്പോഴും ഇന്നും അതിങ്ങനെ അതിൻ്റെ ഒരു പ്രകാശത്തിലാണ് സത്യം പറഞ്ഞ ജീവിതത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, എന്നെ ഉപദ്രവിക്കുന്ന സ്വഭാവം എനിക്കുണ്ടായിരുന്നു. ഒരു ദിവസം ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് ധ്യാനത്തിന് പോകുന്നതിന് മുമ്പാണ് ഇങ്ങനെ കാലിൽ ദേഷ്യം വന്നിട്ട് അടിച്ചു. അപ്പോൾ അമ്മച്ചി ഓടി വന്നിട്ട് എൻ്റെ കയ്യെ ഇങ്ങനെ പിടിച്ചിട്ട് പറഞ്ഞു, കൊച്ചിങ്ങനെ ഈ അച്ഛനെ ഉപദ്രവിക്കുമ്പോൾ ഈശോയുടെ ശരീരത്തിന് വേദനിക്കുമെന്ന് പറഞ്ഞു. പക്ഷെ അതിനുശേഷം ഞാനങ്ങനെ എൻ്റെ ആ ഒരു സ്വഭാവം മാറ്റി, എങ്ങനെയോ മാറിപ്പോയി. എനിക്ക് എൻ്റെ കണ്ണ്, കയ്യ്, കാല് ഒന്നും എനിക്ക് എൻ്റെ ഒരു ശരീരം എനിക്കിഷ്ടമല്ല. പക്ഷെ ഞാൻ എന്നെ സ്നേഹിച്ച് തുടങ്ങിയത് ആ ധ്യാനം കൂടിയതിന് ശേഷം. എന്നെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ എനിക്ക് എല്ലാവരെയും, എൻ്റെ വീട്ടിലുള്ളവരെ സ്നേഹിക്കാൻ പറ്റി, എൻ്റെ ചുറ്റുപാടുകളെ സ്നേഹിക്കാൻ പറ്റി. ഇങ്ങനെ പുറമേന്ന് കാണുന്നതും കേൾക്കുന്നതും എല്ലാം എനിക്ക് നല്ലതായിട്ട് തോന്നി. അപ്പോൾ അങ്ങനെ എനിക്കൊരു മനഃപരിവർത്തനവും കൂടി അവിടെ ധ്യാനത്തിൽ, ആന്തരിക സൗഖ്യമായിരിക്കാം ഒരു പക്ഷേ അത് അങ്ങനെ കിട്ടി. അതുകൊണ്ട് തന്നെ പിന്നീട് എനിക്ക് എൻ്റെ ഒരവസ്ഥയെക്കുറിച്ച് എനിക്ക് പരാതിയില്ലാതെ പോയി. പരാതി, പരിഭവം, സങ്കടം, വിഷമം ഒന്നുമില്ല. ഈ ഒരവസ്ഥയാണ് ഉള്ളതെങ്കിൽ അത് ആ രീതിയിൽ സ്വീകരിക്കാം എന്നുള്ളൊരു അവസ്ഥയിലോട്ട് എൻ്റെ ചിന്താഗതികൾ മാറിപ്പോയി. പിന്നെ ഡെയിലി എന്ന് പറഞ്ഞാൽ ബൈബിൾ വായന, ധ്യാനം കൂടിയതിന് വന്നതിന് ശേഷം അവിടെ നിന്ന് ബൈബിൾ വാങ്ങിയിട്ട് വന്നിട്ട് എല്ലാ ദിവസങ്ങളിലും ബൈബിൾ വായിക്കുക, എന്തെങ്കിലും ഒരു വചനം കിട്ടുന്ന ആ ഒരു ബോധ്യം കുറിച്ച് വയ്ക്കുക എന്നുള്ളൊക്കെ ഒരു അവസ്ഥയിലോട്ട് വന്നു. പിന്നെ ചെറുതായിട്ട് കവിത എഴുതുക, ചെറിയ ചെറിയ കുറിപ്പുകൾ എഴുതുക എന്നുള്ള ആ എൻ്റെ ലോകം എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര കംഫർട്ടായിട്ട് മാറി. അത് ഈശോയോട് കൂടിയും ഈശോയെ പ്രതിയും ഇത് കുഴപ്പമില്ല എന്നുള്ളൊരവസ്ഥയിലോട്ട് മാറിയപ്പോഴാണ് എനിക്കതൊരു അനായാസമായിട്ട് ഏറ്റെടുക്കാൻ പറ്റിയത്. അതിനുശേഷം ഇന്നേ വരെ എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വന്നത് കിട്ടിയത് മുഴുവൻ ബോണസാണ്. ഒന്നിനും ഒരു പരാതി പറയാനിടയില്ലാത്ത രീതിയിൽ ഈശോ എൻ്റെ ജീവിതത്തെ ഇങ്ങനെ മനോഹരമായിട്ട് അലങ്കരിച്ച് കൊണ്ടു നടക്കുന്ന ഒരു അനുഭവം എനിക്ക് ഇന്നു വരെ ഉള്ളത്. അത് കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ജീവിതം ഇങ്ങനെ മാറിയതിന് ശേഷം ഞാൻ ആൾക്കാരോട് വളരെ ഓപ്പണായിട്ട് സംസാരിക്കാൻ തുടങ്ങി. ഈശോയോട് തന്നെ ഇങ്ങനെ സംസാരിച്ച് പിന്നെ എനിക്ക് ഒരു കൂട്ടുകാരനാണോ, വഴികാട്ടിയാണോ, ഗുരുനാഥനാണോ, ഇനിയിപ്പോൾ രക്ഷകർത്താവാണോ, ഇനി അപ്പനും അമ്മയാണോ, എല്ലാം കൂടെ കൂടി ഒരു പാക്കേജ് പോലെ ഈശോനെ അങ്ങനെ ഈശോ എന്നെ ചേർത്ത് പിടിച്ചു. അപ്പോൾ ഇപ്പോൾ ഒക്കെ ഇങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ സെറ്റാട്ടോ എന്ന് പറയാവുന്ന ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, നീ വിട്ട് കളഞ്ഞേക്കല്ലേ നമ്മൾ കൂട്ടുകാരാണെന്ന് പറയുന്ന ആ ഒരവസ്ഥയിലോട്ട്
ജീവിതം മാറി. അപ്പം നമ്മൾ ബാഹ്യമായിട്ടുള്ള എന്ത് നമ്മളെ വിട്ടുപോയാലും മാറിപ്പോയാലും ഈശോ ഒരിക്കലും വിട്ടൊഴിഞ്ഞ് പോവില്ല എന്നുള്ള ആ ഒരു ഉറപ്പ് ഇങ്ങനെ എനിക്ക് എൻ്റെ ഹൃദയത്തിൽ തന്നെ അനുഭവിച്ചറിയാവുന്ന ഒരവസ്ഥയിലോട്ട് മാറി. അവസരം ഉണ്ടായി 2 വർഷം കഴിഞ്ഞിട്ട് പള്ളിയിൽ വന്ന അച്ഛൻ വികാരിച്ചനാണെങ്കിലും ഇപ്പം അച്ഛൻ്റെ ഒരു വീട്ടിലെ ഒരാളെ പോലെ എന്നെ കണ്ടിട്ട് എന്ത് ചെയ്തു തന്നാൽ എനിക്കൊരു സന്തോഷം വരും എന്നുള്ള ആഗ്രഹത്തോടു കൂടി ഒത്തിരി സപ്പോർട്ട് തന്നു. ഒരു 3 വർഷക്കാലം അച്ഛൻ ഇവിടെ ഉണ്ടായിരുന്നു. ആ ഒരു കാലം മൊത്തം കൂടെ ഉണ്ടായിരുന്നു. അപ്പോഴാണ് ഞാനിങ്ങനെ എല്ലാ മാസവും കുർബാന സ്വീകരിക്കുന്ന അവസ്ഥയിലോട്ട് പോയത്. അച്ഛൻ അന്ന് അവിടുന്ന് നടന്നു. അച്ഛനുള്ള വാഹനം സൈക്കിളാണ്. പക്ഷേ അവിടുന്ന് ഞങ്ങളുടെ പള്ളിയിൽ നിന്ന് വാഴത്തോപ്പ് പള്ളി സെൻറ്റ് ജോർജ് കത്തീഡ്രലാണ് ഞങ്ങളുടെ പള്ളി. അവിടുന്ന് നടന്ന് എല്ലാ വെള്ളിയാഴ്ച കുർബാന കൊണ്ടുതരും. അപ്പോൾ ആദ്യകാലത്ത് എനിക്ക് സങ്കടമായിരുന്നു. ഞാൻ അങ്ങോട്ട് പോയിട്ട് കുർബാന സ്വീകരിക്കേണ്ട ആൾ എനിക്ക് ഇങ്ങനെ ഒരു അവസ്ഥയിലോട്ട് എത്തിയല്ല എന്നുള്ള സങ്കടം ഉണ്ടായിരുന്നു. പിന്നീട് ഞാനതിനെക്കുറിച്ച് മാറ്റി ചിന്തിച്ചപ്പോൾ ഈശോ എൻ്റെ വീട്ടിലേക്ക് വരുന്നു എന്നുള്ളത് എനിക്ക് വളരെ സന്തോഷമായിട്ട് തോന്നി. ഇങ്ങനെ ഇപ്പോൾ കിടക്കുന്നവർക്ക് പോലും ചിലർക്ക് കുർബാന കിട്ടാത്തവരുണ്ട്, അതിനുള്ള സാഹചര്യം ഇല്ലാത്തവരുണ്ട്. പക്ഷെ ആ സമയത്തൊക്കെ അപ്പോൾ എത്ര വർഷങ്ങളാണോ നീണ്ട അതൊക്കെ എൻ്റെ മനസ്സിനെ, എൻ്റെ ആത്മാവിനെ, എൻ്റെ ശരീരത്തെയൊക്കെ വളരെ ഒരു പ്രത്യാശയിൽ നിലനിർത്താനായിട്ട് സഹായിച്ചിട്ടുണ്ട്. ഞാൻ ഈ സുജാതേനെ ഇവിടെ വന്ന് പരിചയപ്പെടുന്നത് വളരെ യാദൃച്ഛികമായിട്ടാണ്. പക്ഷേ അതൊരു മുന്നൊരുക്കം ഇല്ലാതെയാണെന്ന് പറയാനും പറ്റത്തില്ല. കാരണം കുറേ വർഷങ്ങളായിട്ട് ഞാൻ ഈ സുജാത എന്നുള്ള പേര് ഞാൻ കേട്ടിട്ടുണ്ട്. ഇങ്ങനെ ഒരു സംഭവത്തെക്കുറിച്ച് എനിക്കറിയാം. ഞാൻ ഈ നാട്ടുകാരനാണ്, പത്രത്തിൽ വായിച്ചിട്ടുണ്ട്, ആളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇവിടെ ആളുകൾ വരികയും സുജാതയെ സന്ദർശിക്കുകയും ഇവിടെ തടിയമ്പാടാണ് വീട് എന്നൊക്കെയുള്ള വിവരം എനിക്കറിയാം. പക്ഷേ എനിക്ക് വീട് കറക്റ്റ് എവിടെയാണെന്ന് എനിക്കറിയത്തില്ല, വീട്ടുകാരെ ആരും എനിക്ക് അറിഞ്ഞുകൂടാ. അതുകൊണ്ട് ഞാൻ ഇങ്ങോട്ട് വരാനായിട്ടൊരു വഴി കണ്ടില്ല, ആരെയും പരിചയമൊന്ന് കണക്ട് ചെയ്യാനായിട്ട് ആളില്ലാത്തതുകൊണ്ട് ഞാൻ ഈ വീട്ടിൽ വന്നില്ല. ഞാൻ ഈ അടുത്തുള്ള ഇടവകയിലായിരുന്നു. അപ്പോൾ അവിടെയുള്ളൊരു സിസ്റ്റർ കൂട്ടായ്മ കഴിഞ്ഞ് വരുന്ന വഴിക്ക് ഞാൻ പറഞ്ഞു, ഇങ്ങനെ സുജാത എന്ന് പറഞ്ഞൊരു ചേച്ചി ഇവിടെ എവിടെയെങ്ങാണ്ട് താമസിക്കുന്നുണ്ടല്ലോ, സിസ്റ്റർ അറിയുമോ എന്ന് ചോദിച്ചു. അപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞു, ഈ സുജാത കയറിയ വണ്ടിയിൽ കുടയെടുക്കാൻ മറന്നുപോയത് കൊണ്ട് തിരിച്ചു പോയ ആളാണ് ഞാൻ. അപ്പോൾ ഇല്ലെങ്കിൽ ആ വണ്ടിയെ ഞാനും കാണേണ്ട ആളായിരുന്നു. സുജാത എൻ്റെ ഫ്രണ്ടാണ്, വീട് എനിക്കറിയാം, അച്ഛന് പോകാൻ താല്പര്യമുണ്ട്, ഞാൻ ഇപ്പം തന്നെ ഉണ്ടാകാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ ഈ അക്കരെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ ഇവിടെ ആദ്യമായിട്ട് പ്രശാന്തി എന്ന് പറഞ്ഞ സിസ്റ്ററിൻ്റെ കൂടെയാണ് ഇവിടെ ആദ്യം വരുന്നത്. അപ്പോൾ ഞാൻ മനസ്സിൽ പലരും ഇവിടെ വരുന്നവർ വിചാരിക്കുന്നത് പോലെ തന്നെ ഒരു ഇത്രയും വർഷമായിട്ട് കിടപ്പായ രോഗികൾ, ഞാൻ അച്ഛനായിട്ട് ഇപ്പോൾ 10-25 വർഷമായി, അന്നൊരു 10-20 വർഷമായിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ കിടപ്പ് രോഗികളുടെ പലരുടെയും വീടുകളിൽ നമ്മൾ കാണുകയും യാദൃശ്ചികമായിട്ടും അല്ലാതെയും ഒക്കെ ആയിട്ട് പലരുടെയും വീടുകൾ സന്ദർശിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ വന്ന് ഞാൻ ഈ സുജാതയെ കാണുമ്പം എൻ്റെ മനസ്സിലുണ്ടായിരുന്ന ആ പിക്ചർ എല്ലാം കൂടി മാറി. കാരണം ഇത്രയും വർഷം ഒരു അപകടം സംഭവിച്ചിട്ട് കിടക്കുന്ന ഒരാൾക്ക് മുഖത്ത് ഒരു നിരാശയില്ല, വരുന്ന ആളുകളെ വളരെ ഹൃദ്യമായിട്ട് സ്വീകരിക്കുന്നു, സംസാരിക്കുന്നു, എന്നിട്ട് തമാശകൾ പറയുന്നു, അല്ലാതെ പരാതികളോ ഒന്നും അല്ല പറയുന്നത്. അതെന്നെ എനിക്ക് ഭയങ്കര അത്ഭുതമായിട്ട് തോന്നി. അന്ന് ഞങ്ങൾ അധികം സംസാരിച്ചൊന്നുമില്ല, ഞാനിവിടെ നിന്നിങ്ങനെ സാക്ഷിയായിട്ടില്ല, അങ്ങനെ കണ്ടിട്ട് പോയതേ ഉള്ളൂ. ദൈവം പറഞ്ഞല്ലോ, നീ നിൻ്റെ മാതാവിനെയും പിതാവിനെയും സഹോദരങ്ങളെയൊക്കെ ഉപേക്ഷിക്കുമ്പം 100 ഇരട്ടിയായിട്ട് തരുമെന്ന് പറയുന്നത്, അതിലെ ഒരു സഹോദര ബന്ധമാണ് ഈ വീട്. സുജാത ചേച്ചിയും ചേച്ചിയുടെ സഹോദരിമാരും പിന്നെ ഇവിടെ ഉണ്ടായിരുന്ന അമ്മ, ചേച്ചി നിഴല് പോലെ ഉണ്ടായിരുന്ന അമ്മയൊക്കെ ശരിക്കും നമുക്ക് പൗരോഹിത്യത്തിൽ ലഭിക്കുന്ന മാതാപിതാക്കളും സഹോദരിമാരൊക്കെയാണ്. ഞങ്ങൾ ഈ അപകടത്തിൻ്റെ ദിവസം ശരിക്കും ജന്മദിനമായിട്ടാണ് ആഘോഷിക്കുന്നത്. കേൾക്കുന്നവർക്കൊരു വട്ടാന്ന് തോന്നും, എന്നാലും കേക്കൊക്കെ മുറിച്ചിട്ട്. പക്ഷെ ഇപ്പം അമ്മച്ചി പോയതിന് ശേഷം 1 വർഷം, അത് കഴിഞ്ഞ വർഷം ഉണ്ടായില്ല, ഞാൻ തന്നെ അത് പറഞ്ഞിട്ടാണ്, ഇതങ്ങനെ ആഘോഷങ്ങൾ വേണ്ട, വരുന്നത് സന്തോഷമുള്ള കാര്യമാണ്. അപ്പോൾ അങ്ങനെ വന്ന് കേക്ക് മുറിച്ചിട്ട് ഞങ്ങൾ ഹാപ്പി ബർത്ത്ഡേ ഒക്കെ പറഞ്ഞിട്ട് ആഘോഷിക്കുന്ന കൂട്ടത്തിലാണ്. അപ്പോൾ ഇതൊരു ദുരന്ത ദിനമൊന്നുമല്ല, സംഭവിച്ച അന്ന് ദുരന്തമായിട്ടാണ് തോന്നിയത്. കാരണം പഠിക്കാൻ പോയ ഒരു കൊച്ച് ഈ ഒരു അവസ്ഥയിൽ മാതാപിതാക്കളുടെ കയ്യിലോട്ട് കിട്ടുമ്പോൾ അതൊരിക്കലും സന്തോഷമുള്ള കാര്യമല്ല. എൻ്റെ അമ്മച്ചിയോട് തന്നെ ഞാൻ ചോദിച്ചിട്ടുണ്ട്, എന്നെ അമ്മച്ചി കണ്ടു പിന്നീട് എനിക്കൊരു പക്വത വന്ന കാലത്ത്, കണ്ണൊന്നും നിറയാതെ എനിക്ക് ചോദിക്കാൻ പറ്റും എന്നുള്ള ആ ഒരു പക്വത വന്ന കാലത്ത് ഞാൻ അമ്മച്ചിയോട് ചോദിച്ചിട്ടുണ്ട്, എന്നെ കണ്ടപ്പോൾ അമ്മച്ചിക്ക് എന്നാണ് തോന്നിയെന്ന്. അപ്പോൾ എൻ്റെ അമ്മച്ചിയുടെ ഉത്തരം എന്നെ ഞെട്ടിച്ചതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, അമ്മച്ചി ഗ്രാമം വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത ആളാണ്. അമ്മച്ചിക്ക് ഒന്നും അറിയത്തില്ല, ഒരു മുറിവ് കണ്ടാൽ തന്നെ തല കറങ്ങുമായിരുന്നു പേടിച്ചിട്ട്. അപ്പോൾ 36 വർഷങ്ങൾക്ക് മുമ്പ് കോട്ടയം മെഡിക്കൽ കോളേജിൽ എന്നെ വന്ന് കാണുമ്പോൾ ഞാനൊരു
അർത്ഥബോധാവസ്ഥയിലാണ്. അമ്മച്ചി വന്നാൽ ഞാൻ ജസ്റ്റ് കണ്ടെങ്കിൽ ഞാനൊരു മയക്കത്തിലോട്ട് പോയി. അത് കഴിഞ്ഞപ്പം അപ്പം ഞാൻ പിന്നീട് ചോദിച്ചു കഴിഞ്ഞു, വർഷങ്ങൾക്ക് ശേഷം ഇത് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മച്ചി എൻ്റെ അടുത്ത് പറഞ്ഞത്, എൻ്റെ കൊച്ചിനെ കണ്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി എൻ്റെ കൊച്ചിനെ ഒരിക്കലും നടക്കില്ല എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു. അപ്പം അന്ന് അമ്മച്ചിക്ക് ആ ബോധ്യം ഈശോ കൊടുത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷേ തകർന്നു പോകാതെ, എൻ്റെ ഒരു കാര്യം മാത്രമല്ല കുടുംബം മൊത്തം അമ്മച്ചി ഒറ്റയ്ക്ക് ഇങ്ങനെ ചുമലിലേറ്റി കൊണ്ടിടുന്ന ആളാണ്. എന്ത് വേദന വന്നാലും ഈശോയുടെ മുഖത്തേക്ക് നോക്കി മാത്രം പ്രത്യാശ ബലിയും സ്വീകരിച്ച ആളാണ്. അമ്മച്ചീനെ പരിചയപ്പെട്ടിരിക്കേണ്ട ആളായിരുന്നു. കാരണം അമ്മച്ചി അത്രത്തോളം സാധുവാണ്. വിശ്വാസം അടിത്തറ എവിടെ നിന്ന് കിട്ടിയെന്ന് എനിക്കറിയത്തില്ല. അതിനുശേഷം അമ്മച്ചി ഒരു നേഴ്സിനേക്കാളും വൈദഗ്ധ്യത്തോടെ എൻ്റെ കാര്യങ്ങളെല്ലാം നോക്കിയത്. മുറിവുകളൊക്കെ ഉണ്ടാകുമ്പോഴും അല്ലാത്തപ്പോൾ മുറിവ് കണ്ടാൽ തലകറങ്ങി വീഴുന്ന ആൾ സ്വന്തം കുഞ്ഞിൻ്റെ കാര്യം വന്നപ്പോൾ അങ്ങനത്തെ ഒരു പ്രശ്നവും ഇല്ലാതെ എല്ലാ കാര്യങ്ങളും ഒരു കുറവും കൂടാതെ, അത് രാത്രിയെന്നോ പകലെന്നോ ഒന്നും വ്യത്യാസമില്ല. ഇനി ജോലി ചെയ്ത് മടുത്തിരിക്കുവാണോ അല്ലയോ എന്നൊന്നുമില്ല. എനിക്ക് തന്നെ എൻ്റെ പല കാര്യങ്ങളും പറയാൻ അമ്മച്ചിയോട് ഇങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ഇതിൻ്റെ കാര്യമുണ്ടല്ലോ എന്ന് പറയാൻ എനിക്ക് ഒരു സങ്കടം തോന്നിയിട്ടുണ്ട്. കാരണം അമ്മച്ചി മടുത്തിരിക്കുകയെന്ന് എനിക്ക് ആ മുഖം കാണുമ്പോൾ അറിയാം. പക്ഷെ ഞാൻ ഇത് പറയുവാണെങ്കിൽ ഇത്രയുള്ളോ കാര്യം, കൊച്ചെന്തിനാണ് വിഷമിക്കുന്നതെന്നൊരു വാക്ക് അമ്മച്ചി ചോദിക്കും. എന്നിട്ട് അടുത്ത് എന്താണോ എൻ്റെ ആവശ്യം അത് നടത്തിത്തരും. അപ്പോൾ അത് ഈശോ കൊടുത്ത ഒരു ബലം അല്ലാണ്ട് വേറെ ഒന്നുമല്ല. ലോകത്തിൽ നിന്ന് അമ്മച്ചീനെ പിന്തുണച്ചവർ വളരെ കുറവായിരുന്നു. എന്താണ് ഇങ്ങനെയെന്ന് ജോലിയും ചോദിക്കാൻ ആരും ഉണ്ടായിരുന്നില്ല. അമ്മച്ചി ഇങ്ങനെ പ്രാരാബ്ദങ്ങളുടെ നടുവിൽ ഇങ്ങനെ ഓട്ടത്തിലായിരുന്നു എപ്പോഴും. പക്ഷേ അമ്മച്ചി ആ രാത്രിയുടെ യാമങ്ങളിലോ നടന്നിരുന്നിട്ട് ആ പ്രാർത്ഥിച്ച പ്രാർത്ഥനകളൊക്കെയാണ് ഞങ്ങളുടെ കരുത്തും. ശരിക്കും ബാക്ക് ബോൺ എന്ന് പറയുന്നത് അമ്മച്ചി, ഞങ്ങളുടെ ഈ വീടിൻ്റെ ഒരു നട്ടല്ലെന്ന് പറയുന്ന അമ്മച്ചി തന്നെയായിരുന്നു. അമ്മച്ചി ഇങ്ങനെ ഒരു 1.5 വർഷം മുന്നേ വയ്യാണ്ട് കിടന്ന സമയത്ത് എനിക്ക് ഈശോയോട് ഞാൻ പിണങ്ങി. ഈശോയോട് പിണങ്ങി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വിശ്വാസം ഞാൻ എപ്പോഴും അമ്മച്ചിയായിട്ട് സംസാരിക്കുമ്പോഴും അമ്മച്ചി ഉള്ള കാലത്തും അമ്മച്ചി ഇല്ലാത്ത കാലം ജീവിക്കാൻ എനിക്ക് പേടിയായിരുന്നു. എന്നുവെച്ചാൽ ഞാൻ ആശ്രയിച്ച് ജീവിക്കുന്ന ആളാണ്. എൻ്റെ ഒരു പ്രൈമറി നീഡ്സ് വരെ, പ്രാഥമിക ആവശ്യങ്ങൾ പോലും സ്വയം ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ അതുകൊണ്ട് അമ്മച്ചി ഇല്ലാത്ത കാലം ജീവിക്കുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ച് ഭയങ്കര, അത് ഓർക്കുമ്പോൾ എൻ്റെ ശരീരം ഇങ്ങനെ വിറച്ചിട്ടുണ്ട് പേടിച്ചിട്ട്. അപ്പോൾ അമ്മച്ചി വയ്യാണ്ട് കിടന്നപ്പം പിന്നെ തീരെ ഇപ്പോൾ ലാസ്റ്റ് സമയമായപ്പോൾ ഭക്ഷണവും കൂടെ കഴിക്കാണ്ട് വന്നപ്പോൾ ഞാൻ ഈശോയോട് എപ്പോഴും എൻ്റെ ആ ഒരു 6 മാസത്തെ ഡയറി എന്ന് പറയുന്നത് എന്തുകൊണ്ടെന്നുള്ള ഇങ്ങനെ ചോദ്യവും ക്വസ്റ്റ്യൻ മാർക്കും തന്നെയാണ്. ഇങ്ങനെ ഇത്രമാത്രം ദുരിതവും വേദന അനുഭവിച്ച ഒരമ്മയ്ക്ക് ഇപ്പോൾ ഈ ഭക്ഷണം പോലും കഴിക്കാത്തൊരവസ്ഥയിലോട്ട് ഇങ്ങനെ പോയല്ലോ എന്ന് ഓർത്തിട്ട് എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു. സാധാരണ പ്രാർത്ഥനകളൊക്കെ ചൊല്ലുമെങ്കിലും അതിനകത്തൊന്നും ഒരു ആത്മാർത്ഥത ഇല്ലായിരുന്നു. പ്രാർത്ഥന ഇങ്ങനെ വെറുതെ വ്യായാമം പോലെ ഇങ്ങനെ പോയിക്കൊണ്ടിരുന്നു. അപ്പോൾ ഞാൻ എന്നും ഈശോയോട് ചോദിക്കുക, എന്തുകൊണ്ടാണ് അമ്മച്ചിക്ക് ഇങ്ങനെ വന്നത്? ഇത്രമാത്രം ദുരിതം അനുഭവിക്കുന്ന ആൾക്ക് പിന്നെ ഇങ്ങനെ വേദന കൊടുത്തത് എന്താണെന്ന് എപ്പോഴും ചോദിക്കും. ചോദിച്ചിട്ട് പിന്നെ വചനം തുറക്കുമ്പോൾ ഒരു ആശ്വാസ വചനം എന്തെങ്കിലും കിട്ടുകയും ചെയ്യും. പക്ഷേ അതൊന്നും എൻ്റെ മനസ്സിനെ അത്ര ഒരു സ്പർശിച്ചില്ല. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി ഈ 2023 മെയ് 16-ാം തീയതിയാണ് അമ്മച്ചി ഞങ്ങളെ വിട്ടു പോകുന്നത്. അപ്പോൾ ആ സമയത്ത് ഞാനൊരു കിടപ്പ് രോഗിയാണ്. അമ്മച്ചി കിടക്കുന്ന റൂമിലോട്ട് എന്നെ ആ സമയത്തേക്ക് കൊണ്ടുവരാനും അമ്മച്ചിക്ക് ലാസ്റ്റ് ആ ഒരു അവസാന നിമിഷത്തിൽ വെള്ളം കൊടുക്കാനും അമ്മച്ചിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുമ്പോൾ ഇങ്ങനെ എൻ്റെ ആത്മാവെ നീ എന്തിനു വിഷാദിക്കുന്നു, നീ എന്തിനു നെടുവേർപ്പെടുന്നു, ദൈവത്തിൽ പ്രത്യാശ വയ്ക്കുക, എൻ്റെ സഹായവും ദൈവവുമായി അവിടുത്തെ ഞാൻ വീണ്ടും പുകഴ്ത്തും എന്നുള്ളൊരു വചനം സങ്കീർത്തനം 40:5. ആ വചനം ഇങ്ങനെ എപ്പോഴും ഇങ്ങനെ ആ സമയത്ത് അമ്മച്ചിയുടെ അടുത്തായിരുന്ന ആ ലാസ്റ്റ് സമയങ്ങളിൽ മൊത്തം ഇങ്ങനെ വരിക. അത് കഴിഞ്ഞിട്ട് അമ്മച്ചി കടന്നു പോവുകയാണ്, ഞങ്ങളെ വിട്ടു പോവുകയാണെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല. എന്നിട്ടും ഇങ്ങനെ പ്രാർത്ഥിക്കുക, അല്ലെങ്കിൽ ഇങ്ങനെ പ്രാർത്ഥിച്ചു, അറിയാവുന്ന സങ്കീർത്തനങ്ങൾ ചൊല്ലി, എന്തൊക്കെ പ്രാർത്ഥനകൾ ആ സമയത്ത് ചൊല്ലാമോ അതെല്ലാം ചൊല്ലി വളരെ ഇതായിട്ട് വെള്ളം അമ്മച്ചിക്ക് ഇങ്ങനെ ഇച്ചിരി കൊടുത്തു. അമ്മച്ചി അത് കുടിച്ചു. സാധാരണ ഒരു വെപ്രാളവോ പരവേശമോ ഒന്നും ഇല്ലാതെ വളരെ സാവധാനം ഈശോയുടെ അടുത്തോട്ട് അമ്മച്ചി പോകുന്നത് ഞാൻ കണ്ടു. ആ കണ്ടതിന് ശേഷം പിന്നീടാണ് എനിക്കത് മനസ്സിലായി, അമ്മച്ചി ഞങ്ങളെ വിട്ടുപോയെന്ന് മനസ്സിലായി. ആ ഒരു സംഭവത്തിന് ശേഷം അതുവരെ ഉണ്ടായിരുന്ന 6 മാസം ഉണ്ടായിരുന്ന ആ ക്വസ്റ്റ്യൻ മാർക്ക് എൻ്റെ മനസ്സിൽ നിന്ന് മാറിപ്പോയി. അതെങ്ങനെയാണെന്ന് എനിക്കറിയത്തില്ല. കാരണം ഞാൻ അവിശ്വാസിയായി പോകുമോ എന്ന് പേടിച്ചെടുത്ത് എൻ്റെ വിശ്വാസം ഒന്നുകൂടെ അത് ഉറച്ചു. അപ്പം ഞാൻ അന്നേരം ഈശോയോട് പറഞ്ഞു, അതുവരെ ഞാൻ ചോദിച്ചതെല്ലാം തെറ്റായിപ്പോയി, എനിക്കത് അറിവില്ലായ്മ കൊണ്ട് സംഭവിച്ചതാണ്. എൻ്റെ അമ്മച്ചിയുടെ കടന്നുപോകൽ കാണാനായിട്ട്, അമ്മച്ചീനെ അതിനായിട്ട് ഒരുക്കാനായിട്ടും ഈശോ എന്നെ അനുവദിച്ചെങ്കിൽ അത് ഈശോയുടെ മുന്നേമയുള്ള പദ്ധതിയാണ്. ഞാൻ ഉണ്ടാക്കിയെടുത്തല്ലത്. കാരണം ഒരു സാധാരണ ബുദ്ധിക്ക് ചിന്തിക്കുമ്പം ആരോഗ്യമുള്ളവരാണ് അമ്മച്ചിനെ പരിചരിക്കുന്നത്, അവരാണ് ആ സമയത്ത് അവിടെ ഉണ്ടാവുക. പക്ഷേ ബാക്കി എല്ലാവരെയും അങ്ങോട്ടും ഇങ്ങോട്ടോ മാറ്റിക്കൊണ്ട് എന്നെ അവിടെ ആ സമയത്ത് ഈശോ എത്തിച്ചെങ്കിൽ ഈശോയുടെ ഒരു വ്യക്തമായിട്ടുള്ള പദ്ധതിയാണെന്ന് തിരിച്ചറിഞ്ഞിട്ട്
ഞാൻ അവിശ്വാസിയായി പോകുമെന്ന് പേടിച്ചെടുത്ത് ഞാൻ എൻ്റെ വിശ്വാസം ഒന്നുകൂടെ ഉറപ്പിക്കാനായിട്ട് ആ സംഭവം കാരണമായി. ഞങ്ങൾ മിക്കവാറും അച്ഛനും ഞാനും ഒക്കെ ചിലപ്പോൾ എന്തെങ്കിലും ജോലികളോ ശുശ്രൂഷകളോ ഒക്കെ കഴിഞ്ഞിട്ടൊക്കെ ആയിരിക്കും വരുന്നത്. അതുപോലെ ഒരുപാട് സംഘർഷങ്ങൾ ചിലപ്പം ഈ പൗരോഹിത്യ ശുശ്രൂഷ ജീവിതങ്ങളിലൊക്കെ കാണും. ഇവിടെ വന്നിരുന്ന് ഈ കസേര വന്നിരുന്ന് വർത്തമാനമൊക്കെ പറഞ്ഞു കഴിയുമ്പോൾ ശരിക്കും ഒന്നൊരു ആത്മബന്ധം. ഞാൻ കൂടുതലും വിളിച്ചിട്ടുള്ളത് ഞാൻ ചെയ്യുന്ന ശുശ്രൂഷകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, അല്ലെങ്കിൽ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പറയുന്നത്. ഒരിക്കലും എന്നോട് അങ്ങനെ പ്രാർത്ഥനാ സഹായം ചോദിച്ച അനുഭവങ്ങൾ ചിലപ്പം അതും മറ്റുള്ളവർക്ക് വേണ്ടിയാണ്. അമ്മയുടെ രോഗം, അല്ലെങ്കിൽ സഹോദരിമാർ, അവരുടെ മക്കൾ, കുടുംബം, ഞങ്ങളുമായി സംസാരിക്കുന്ന കൂടുതലും അങ്ങനെയുള്ള പ്രാർത്ഥനകളൊക്കെയാണ്. പിന്നെ ഓരോരുത്തരെ സുചേച്ചിയുടെ സുഹൃത്തുക്കൾ, അവരൊക്കെയാണ്. അപ്പോൾ ഞാൻ ഓർക്കിയത് നമ്മൾ പലപ്പോഴും എല്ലാവരും പരാതിയും സങ്കടങ്ങളൊക്കെയാണ്. ഇവിടെ അങ്ങനെയുള്ളവരല്ല. ഞാനിത് പൊഴുത്തി പറയുമെന്നല്ല, എന്നെ ഒരുപാട് സ്പർശിച്ച കാര്യം ഇതാണ്. എന്നെ എപ്പോഴും ഇങ്ങോട്ട് വരാൻ ആകർഷിക്കുന്നൊരു കാര്യം ഈ ഒരു ബന്ധമാണ്. അതായത് ഒന്നും പ്രതീക്ഷിക്കുന്നില്ല, നമ്മളിൽ നിന്ന് വേറൊന്നും പ്രതീക്ഷിക്കുകയോ അല്ലെങ്കിൽ നമ്മുടെ സൗഹൃദം കൊണ്ട് ആകെ ഒരു ആത്മീയ സന്തോഷം മാത്രമാണ് അനുഭവപ്പെടുക. അതെപ്പോഴും ഇങ്ങനെ ഒരു ശക്തിയാണ്. ഞാൻ പറഞ്ഞല്ലോ, ഒരു റീചാർജിങ് എക്സ്പീരിയൻസ്. അത് ആത്മീയ ജീവിതത്തിൽ എനിക്ക് ഒരുപാട് എന്നെ സഹായിച്ചിട്ടുണ്ട്. ഞാൻ അതുപോലെ കടപ്പെട്ടിരിക്കുന്ന ഒരു ബന്ധമോട് കൂടിയാണ്. അത് തമാശ രൂപയൊക്കെ ഞങ്ങളിങ്ങനെ പറയും. പക്ഷേ അതൊരു എന്നാ പറഞ്ഞാൽ ഒരുപാട് സഹനത്തിന് ഇങ്ങനൊരു മുഖം കൂടെ, അതാണ് ശരിക്കും നമ്മൾ വരാൻ പ്രേരിപ്പിക്കുന്നത്. ഒരുപക്ഷെ ഇവരെപ്പോഴും ഇങ്ങനെ കരഞ്ഞും സങ്കടപ്പെട്ടും പരാതികളും ഒക്കെ ആണെങ്കിൽ നമ്മളിങ്ങോട്ട് കയറി വരില്ല. സുജാതയ്ക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ഒരു പ്രത്യേക കൃപയാണെന്ന് തോന്നുന്നു. ശാരീരികമായിട്ട് വളരെ പ്രയാസപ്പെടുന്ന ദിവസം, അല്ലെങ്കിൽ ശാരീരികമായിട്ടും മാനസികമായിട്ടും ഒക്കെ നമ്മളിങ്ങനെ ആലോചന കൊണ്ടും മനുഷ്യരല്ലേ ഉള്ളതെന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ഓർത്തും ഭാവിയും ഇങ്ങനെയൊക്കെ മനുഷ്യൻ്റെ മനസ്സിലൂടെ വരുമായിരിക്കും. അങ്ങനെ ഏറ്റവും ഡള്ളായിട്ട് ഏറ്റവും പ്രയാസപ്പെട്ടിരിക്കുന്ന ദിവസങ്ങളിലായിരിക്കും ചില ആൾക്കാർ കാണാനായിട്ട് വരുന്നത്. എന്നിട്ട് ഏറ്റവും രസകരമായ കമൻറ്റ് എന്താണെന്നറിയോ? ഇന്ന് സുജാത കണ്ടിട്ട് മുഖത്ത് നല്ല പ്രസന്നമായിരുന്നല്ലോ എന്ന് പറയും. അത് സുജാത എന്നോട് പറഞ്ഞിട്ട് അത് എൻ്റെ ഒത്തിരി പേര് അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് എനിക്ക് പറയാൻ തോന്നുന്നത് എന്താണെന്നറിയാമോ? ഇപ്പം എൻ്റെ അടുത്ത് വരുന്നവർ അല്ലെങ്കിൽ എന്നോട് സംസാരിക്കുന്നവരൊക്കെ എന്നെ ഒരു രോഗിയായിട്ട് ഇങ്ങനെ മാറ്റി നിർത്തേണ്ട ആളാണ്, അതല്ലെങ്കിൽ ഒരു സ്പെഷ്യൽ പരിഗണന കൊടുക്കേണ്ട ആളാണെന്ന്. അങ്ങനെയല്ല, ഇതില്ല. ഒരു സാധാരണ ഒരു ആൾ, അയാളോട് എങ്ങനെ സംസാരിക്കുന്നു, അയാളോട് എങ്ങനെ പെരുമാറുന്നു. ഇപ്പം എൻ്റെ കൂട്ടുകാരികളൊക്കെ അല്ലെങ്കിൽ ഞാൻ ഓടി വന്ന എൻ്റെ ബെഡിലിരുന്നിട്ട് എന്നെ കെട്ടിപ്പിടിച്ച് എനിക്ക് ഉമ്മായിരുന്നു. അപ്പോൾ ഒരു രോഗി എന്നുള്ള ഒരു പരിഗണന അതല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു അവരുടെ മനസ്സിലുണ്ടെങ്കിൽ അവരത് ചെയ്യത്തില്ല. അപ്പോൾ എനിക്കത് ആത്മവിശ്വാസം കൂട്ടുന്ന കാര്യം. എന്നോട് ഇടപെടുന്ന ഞങ്ങളത് സ്പെഷ്യൽ പരിഗണന തന്നേക്കാന്ന് വിചാരിച്ചു വരുമ്പോൾ ഇവിടെ നല്ല ആത്മവിശ്വാസത്തോടെ എനിക്ക് സ്പെഷ്യൽ പരിഗണന ഇഷ്ടമില്ല. സാധാരണ ഒരു നോർമൽ മനുഷ്യൻ എന്താണ് നമ്മളെ സുഖപ്പെടുത്തി വിടും. അപ്പൊ അത് എനിക്ക് ഭയങ്കര ആത്മവിശ്വാസം തിരിച്ചേ ഇങ്ങനെ കരച്ചിൽ പോലെയുള്ള അവസ്ഥയാണ് നമുക്ക് വരാനും തോന്നിയല്ല. അല്ല, ആ ഒരു ആത്മവിശ്വാസം ദൈവം കൊടുത്തു. അത് ഇത്രയും വർഷങ്ങളുടെ പ്രാർത്ഥനയും വായനയും ചിന്തയും എല്ലാം കൊണ്ട് ഒരുപാട് വായിക്കും കേട്ടോ. അത് നിങ്ങളുടെ ഒരുപാട് വായനകളുണ്ട്, നല്ല വായനകൾ, പുസ്തകങ്ങൾ. ഇവിടെ കിടന്നുകൊണ്ട് ഞാൻ എപ്പോഴും ചോദിക്കും, ഈ ഇടുക്കി ജില്ലയിൽ നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം, ഈ ലോകത്ത് നടക്കുന്ന മുഴുവൻ കാര്യങ്ങളും അറിയാം. ഞങ്ങൾ തൊട്ടടുത്ത് സിറ്റി താമസിച്ചാലും അവിടെ നടന്ന കാര്യം അറിയാറില്ല. സ്ഥലങ്ങളും എല്ലാം അറിയാം, ആളുകളെ അറിയാം, ഭയങ്കര. അതുപോലെ തന്നെ ഞാൻ ഇടയ്ക്ക് എനിക്ക് വല്ലപ്പോഴും നല്ല പുസ്തകം കിട്ടുമ്പോൾ നമുക്ക് വായിക്കാൻ നേരമില്ലാത്തതുകൊണ്ടെന്ന് കൊണ്ടേ കൊടുത്തേക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് പുസ്തകം കൂടെ കൊണ്ടു കൊടുക്കും. അപ്പോൾ ഒരു പ്രാവശ്യം പറഞ്ഞ് ഓർക്കുന്നുണ്ട്, ഈ നല്ല മിഠായി കിട്ടുന്ന പോലെയാണ് ഒരു പുസ്തകം, അത് പെട്ടെന്ന് തീർന്നു പോകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഒരു പേജ് വെച്ചിട്ട് ഈ കട്ടിക്കാട്ടത്തിൻ്റെ പുസ്തകമൊക്കെ ഇങ്ങനെ മറച്ചു വെച്ചിട്ട് പിറ്റേ ദിവസം ഒന്നുകൂടെ വായിക്കും. അപ്പോൾ കാരണം ഇത് വേഗം വായിച്ചാൽ തീർന്നു പോകുമല്ലോ എന്ന് ഓർത്ത്. അത്രയും ഇഷ്ടമാണ് ഈ അക്ഷരങ്ങളോട്. അതൊരു വലിയ ശരിക്കും എൻ്റെ കൂട്ടുകാരന്മാരോ കൂട്ടുകാരികളോ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വായിച്ചു കഴിയുമ്പോൾ വേറെ ഒരു ലോകത്തോട്ട് നമ്മളിങ്ങനെ ചിന്തകൾ തന്നെ കുറച്ച് നല്ല വിശാലമാകും. അതുകൊണ്ട് എനിക്കത് ഗുണമുണ്ടായിട്ടുള്ളൂ. പിന്നെ ഒരു സങ്കടത്തിലൊക്കെ ആയിരിക്കുമ്പം പ്രാർത്ഥിച്ചിട്ട് വചനം എടുത്ത് വായിക്കുവാണെങ്കിൽ ആ സമയത്തേക്ക് ഉള്ള എന്താണോ ആ സാഹചര്യത്തിന് ആവശ്യമായിരിക്കുന്ന ആ ഒരു വചനം തന്ന് ദൈവം എന്നെ ബലപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം അങ്ങനെയുള്ള ഒരു വചനം എന്ന് പറയുന്നത് ഇതാണ്. സങ്കീർത്തനം 119:92 കർത്താവിൻ്റെ പ്രമാണം എൻ്റെ ആനന്ദമായിരുന്നില്ലെങ്കിൽ എൻ്റെ ദുരിതത്തിൽ ഞാൻ നശിച്ചു പോകുമായിരുന്നു എന്നുള്ളൊരു വചനമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ എനിക്കതൊക്കെ വായിക്കുമ്പോൾ ഭയങ്കര ഇങ്ങനെ ഹൃദയത്തിലൊരു ആനന്ദം ഇങ്ങനെ തുളുമ്പി വരും. എനിക്ക് വേണ്ടിയിട്ട് കർത്താവ് ഇങ്ങനെ മുന്നമേ എഴുതി വെച്ച ഒരു വചനം പോലെ എനിക്ക് തോന്നുന്നത്. കാരണം എനിക്കങ്ങനെ ഒരു പ്രത്യാശയില്ലായിരുന്നെങ്കിലും എനിക്ക് ഭയങ്കര എനിക്ക് ശരീരവും നഷ്ടമായാൽ എൻ്റെ ആത്മാവും നഷ്ടപ്പെടുന്ന അവസ്ഥയിലോട്ട് പോയാണ്. പക്ഷേ അതുപോലെ അങ്ങനെ ഓരോരോ വചനങ്ങൾ എപ്പോഴും എൻ്റെ ഈ ഭൗതികമായിട്ടുള്ള ഇങ്ങനെ ചുറ്റുപാടുകളിലുണ്ടായിരുന്ന ഇങ്ങനെ ഭയങ്കര ആഘോഷമോ ഭയങ്കര ഈ ആർഭാടങ്ങളോ ഒന്നും എൻ്റെ മനസ്സിൽ ഒരു നിരാശയുടെ ഒരു ഇത് വരില്ല. കാരണം അങ്ങനെ അതൊന്നും ഏക്കാത്ത രീതിയിൽ എന്തോ ഒരു കവചം ദൈവം എനിക്ക് ഇങ്ങനെ
ധാന്യത്തിൻ്റെയും വീഞ്ഞിൻ്റെയും സമൃദ്ധിയിൽ അവർക്കുണ്ടായതിനേക്കാൾ ഏറെ ആനന്ദം എൻ്റെ ഹൃദയത്തിൽ കർത്താവ് നിഷേധിച്ചിരിക്കുന്നു എന്നൊരു വചനമുണ്ട്, സങ്കീർത്തനം 4:7. അപ്പോൾ ആ വചനം, അങ്ങനെയുള്ള വചനങ്ങൾ എൻ്റെ ജീവിതത്തെ എപ്പോഴും ഇങ്ങനെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. പിന്നെ ദൈവം എന്നെ ഉപയോഗിക്കുന്ന ഒരു വിധം എന്ന് പറയുന്നത്, ഇപ്പം ഞാൻ ഇടയ്ക്കൊക്കെ ചോദിച്ചിട്ടുണ്ട് എൻ്റെ ജീവിതത്തെക്കുറിച്ച്. ഇപ്പം ഇങ്ങനെ കിടന്നു സുഭിക്ഷമായിട്ട് ഉണ്ടുറങ്ങി ഇപ്പോൾ ജോലി ചെയ്യേണ്ട, ഒരു കഷ്ടപ്പാടില്ല, ഒന്നുമില്ല. അങ്ങനെ അല്ലല്ലോ, അതല്ലല്ലോ ജീവിതം. ഒരു ക്രിസ്ത്യാനി എന്നുള്ള നിലയ്ക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യുക എന്നുള്ള ഒരു ആഗ്രഹമുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇപ്പം കുറച്ച് കാലമായിട്ട് ഇപ്പം ഒരുപാട് പേരിങ്ങനെ ഫോൺ വിളിച്ചിട്ട് അവരുടെ ഒരു ജീവിത പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ വരുന്നവരാണെങ്കിൽ അങ്ങനെ ഷെയർ ചെയ്യുക. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക, ഒരു മധ്യസ്ഥ പ്രാർത്ഥന നടത്തുക. പിന്നെ ആ ഒരു സങ്കടങ്ങൾ കേൾക്കാനാണല്ലോ ഇന്നത്തെ കാലത്ത് ആളില്ലാത്തത്. അങ്ങനെ അവരുടെ ഒരു സങ്കടങ്ങൾ കേൾക്കുക, എന്തെങ്കിലും നമുക്ക് ദൈവം തരുന്ന ഒരു വചനം കൊടുത്ത് പ്രാർത്ഥിക്കാനായിട്ട് അവരെ ഒരു ഇതിലോട്ട് കൊണ്ടുവരിക. അങ്ങനെയുള്ള ഒരു ദൗത്യം കൂടി ഇപ്പോൾ ദൈവം തന്നേക്കുന്നത് കൊണ്ട് വളരെ കുറച്ചുകൂടെ നന്നായിട്ട് ഒരു പ്രതീക്ഷയോടെ, ഇപ്പോൾ എന്നെക്കൊണ്ടൊന്നും പ്രയോജനമില്ലല്ലോ എന്നുള്ള ആ അവസ്ഥയിൽ നിന്ന് കുറച്ചുകൂടി ഇതുപോലുള്ള കാര്യങ്ങൾ ചെയ്യാനുള്ള അവസ്ഥയിലോട്ട് മൊത്തത്തിൽ കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പലപ്പോഴും ഞാൻ ചിലപ്പോൾ കണ്ടോ, ഈ മദ്യപിച്ചിട്ട് പോലും അവരെൻ്റെ വിഷമം വരുമ്പോൾ ഓടി വരുന്നത് സുജാജിയുടെ അടുത്തേക്കാണ്. എന്നിട്ട് സങ്കടം പറയുന്നത് ജീവിത പങ്കാളിൻ്റെ അടുത്തോ മക്കളുടെ അടുത്തല്ല, സുജാജിയുടെ അടുത്ത് വന്നിരുന്ന് കരച്ചിൽ, കുടിച്ചുപോയി, സാരമില്ല, നാളെ നിർത്തിക്കോളാം. ചിലപ്പോൾ വരുമ്പോൾ ഭയങ്കര രസകരമായ രംഗങ്ങളായിരിക്കാം. ഒരുപാട് പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും, എന്നിട്ട് പറയും ഇനി കുടിക്കില്ല കേട്ടോ എന്നൊക്കെ പറഞ്ഞ്. അപ്പോൾ പിന്നീട് അവർ എന്നെ കാണുമ്പോൾ കരച്ചിൽ, അച്ഛാ പറ്റിപ്പോയി, സുജാതയുടെ അടുത്ത് മാപ്പ് പറയാൻ വന്ന, നല്ല മദ്യവെച്ചിട്ടായിരിക്കാം, പക്ഷേ അവർക്കൊക്കെ ഒരു ആത്മീയ ബന്ധം, ഒരു സ്നേഹബന്ധം അത് കൊടുക്കാനായിട്ട് കഴിഞ്ഞത് ഈ ഒരു വീടും ഒരുപാട് പേർക്ക് ഇതൊരു എന്നാ പറഞ്ഞേ ഒരു പ്രതീക്ഷയുടെ, ഒരു പ്രത്യാശയുടെ ഒരു സ്ഥലമാണ്. ഇവിടെ വന്നിരുന്ന് കഴിയുമ്പം എല്ലാവരും കൂടി വർത്തമാനം പറഞ്ഞു പോകുമ്പോൾ ഇത് ലോകത്തിന് ഈ സഹിക്കുന്നവർക്ക്, പ്രത്യേകിച്ച് ഇപ്പോൾ ഈ മാർപ്പാപ്പ ജൂബിലി വർഷം പ്രഖ്യാപിച്ചിരിക്കുകയല്ലേ. അപ്പോൾ മാർപ്പാപ്പ നമുക്ക് തന്നിരിക്കുന്ന ഒരു മോട്ടോ തന്നെ പ്രത്യാശ നമ്മളെ നിരാശരാക്കുന്നില്ല, പ്രത്യാശയുടെ തീർത്ഥാടകരാണ്. അപ്പോൾ വാസ്തവത്തിൽ ഇവരുടെ ഈ ജീവിതം, ഈ കുടുംബം നമുക്ക് തരുന്നൊരു, ഈ കാലഘട്ടത്തിൽ തരുന്ന ഒരു വലിയ ജീവിക്കുന്ന ഒരു മാതൃകയാണ്. ഒരു പ്രത്യാശയോടുകൂടി നമ്മുടെ ഈ ലോക ജീവിത സാഹചര്യങ്ങളെ നമുക്ക് അതിജീവിക്കാൻ കഴിയുമെന്നുള്ളതിൻ്റെ ഒരു സാക്ഷ്യം. യെരമ്യാ പ്രവാചകൻ്റെ പുസ്തകത്തിൽ എനിക്ക് നിങ്ങളെക്കുറിച്ചൊരു പദ്ധതി ഉണ്ടാകും, നിങ്ങളുടെ നാശത്തിനല്ല ക്ഷേമത്തിനുള്ള പദ്ധതിയാണ്, നിങ്ങൾക്ക് ശുഭകരമായ ഭാവിയും പ്രത്യാശയും നൽകുന്ന പദ്ധതിയും. അപ്പോൾ ഇതിങ്ങനെ കേൾക്കുമ്പോൾ എനിക്ക് ആദ്യമൊക്കെ ചിരി വരുമായിരുന്നു. ആ ചിരി ഈശോ കണ്ടിട്ടുണ്ടാവും കേട്ടോ, മനുഷ്യർ കാണില്ല. ഇങ്ങനെ കിടക്കുന്ന ഒരാൾ, നടുവൊടിഞ്ഞ് കിടക്കുന്ന ഒരാളെക്കുറിച്ച് ദൈവത്തിന് എന്താ പദ്ധതി? അങ്ങനെ സംഭവിക്കാതിരിക്കാമല്ലോ. അപ്പം വേണ്ട, ഞാൻ കോളേജിൽ പോകുന്ന കൊച്ചല്ലേ, അതങ്ങ് പഠിച്ചോട്ടെ എന്ന് വെക്കാലോ എന്നൊക്കെ ഞാൻ ചിന്തിച്ചിട്ടുണ്ട്. പക്ഷേ അതിനപ്പുറം മനുഷ്യൻ്റെ ബുദ്ധിക്കും ആലോചനയ്ക്കും അപ്പുറം ദൈവത്തിനൊരു ഹിതമുണ്ട്. ദൈവത്തിന് എല്ലാ മനുഷ്യരെക്കുറിച്ചും, ഇപ്പോൾ സർവ്വ ജീവജാലങ്ങളെക്കുറിച്ചും ദൈവത്തിനൊരു പദ്ധതിയുണ്ട്. ഒരില പോലും ദൈവം അറിയാണ്ട് കൊഴിയില്ല എന്നുള്ളൊരു വിശ്വാസം, ഇപ്പോൾ അടിയുറച്ചൊരു വിശ്വാസം എനിക്കുണ്ട്. അന്നൊക്കെ പലപ്പോഴും എൻ്റെ അടുത്ത് വരുന്നവർ പറയുമ്പോഴൊക്കെ ഞാൻ ഉള്ളിൽ ചിരിച്ചിട്ടുണ്ട്. പക്ഷേ ഇപ്പോൾ എനിക്കതറിയാം എന്താണത്, ദൈവത്തിൻ്റെ ഒരു പദ്ധതി എന്തായിരുന്നു. ഇപ്പോൾ ഒരു ഓൺലൈൻ പ്രയറൊക്കെ എന്ന് വെച്ചാൽ ആ മിഷൻ പ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് ഞങ്ങൾ പ്രാർത്ഥന സപ്പോർട്ടേഴ്സാണ്. അപ്പോൾ അങ്ങനെ ഒരു മിഷണറി ആവുക എന്ന് പറയുന്നതും നിശബ്ദ മിഷണറിമാരാണ്. അത് വളരെ അഭിമാനവും ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള വിളിയെന്നാണ് ഞാൻ വിചാരിക്കുന്നത് മിഷണറിമാർ. കാരണം കർത്താവിൻ്റെ വചന ലോകത്തിൽ കൊടുക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ ഒരു ദൗത്യം തന്നെ. ആ ദൗത്യത്തിൽ നിശബ്ദമായിട്ടും പങ്കാളികളാകുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചും വളരെ അഭിമാനമുള്ള കാര്യമാണ്. അപ്പോൾ ഇതൊക്കെയാണ് സത്യം പറഞ്ഞ എൻ്റെ ജീവിതം. ഈ ഗാന്ധിജി പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ഗാന്ധിജിയുടെ ഏറ്റവും പ്രസിദ്ധമായിട്ടുള്ള ഇതുണ്ടല്ലോ, എൻ്റെ ജീവിതമാണ് എൻ്റെ സന്ദേശം എന്ന് പറഞ്ഞാൽ, യേശുക്രിസ്തുവിനെ എൻ്റെ ഒരു ക്രിസ്ത്യാനിയുടെ ഇങ്ങനെ നമ്മുടെ ഒരു ചലനം കൊണ്ടോ, നമ്മുടെ ഒരു മുഖഭാവം കൊണ്ടോ, നമ്മുടെ ഒരു പുഞ്ചിരി കൊണ്ടോ, നമ്മുടെ ജീവിതം കൊണ്ട് തന്നെ അവനൊരു ക്രിസ്ത്യാനിയാണെന്ന് അടയാളപ്പെടുത്തപ്പെടുന്നുണ്ടെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഒരു മാതൃക. അപ്പം എന്നെ സംബന്ധിച്ച് അങ്ങനെ എന്തെങ്കിലും ഒരു ചെറിയ ഇത് ആർക്കെങ്കിലും തോന്നിയാൽ ദൈവത്തിൻ്റെ നാമം മഹത്വപ്പെടുത്തുകയെന്ന് പറയാനേ പറ്റത്തുള്ളൂ.